അമ്പലങ്ങളിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രാന്തമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഡിഗ്രി മേറ്റ് അവങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകണത് ഇങ്ങനെ സ്റ്റാറ്റസ് ഒന്ന് കാണാറുണ്ട്. ഞാനും പോകുന്നുണ്ട്, വല്ലപ്പോഴൊക്കെ അവനും പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുമുട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങണം. വേറെ ഒന്നുമല്ല, അമ്പലവിശ്വാസം അമ്പലവാസം കുറച്ച് കൂടുതലായതുകൊണ്ട് നീ പോകുമ്പോൾ എന്നെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ. അപ്പം ഞാൻ അന്നോടെ അവിടെ പളങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ നിൽക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലയെന്നും പോക്കലൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അവിടെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ എണീറ്റ് കുളിച്ച് സെറ്റായി അവൻ്റെ വീട്ടിലടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ എത്താറാവുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ വേഗം ചടപടാന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുന്നംകുളത്ത് വണ്ടി വെച്ചായിരുന്നു ബസ്സിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അവൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ കുന്നംകുളം വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അറിയില്ല വണ്ടികളും കാര്യങ്ങളൊക്കെ. അവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളത് കൊണ്ട് അവന് എവിടെ നിന്ന് ബസ് കയറണം, ഏത് ബസ് കയറണം എന്നൊക്കെ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റാൻഡിലല്ല മറ്റേ സ്റ്റാൻഡിൽ പോയാലാണ് വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മറ്റേ സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പോയി വേഗം തിരിച്ചു വരാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി, സീറ്റൊക്കെ കിട്ടി. ഞാൻ വണ്ടിയിലിരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അവിടം വരെ എത്തി. പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി നടക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാടാമ്പുഴ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഒട്ടും തിരക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാലെടുത്ത് വെച്ചത് നല്ല തിരക്കിൻ്റെ കൂട്ടത്തിലേക്കായിരുന്നു കേട്ടോ. വഴിപാട് ചെയ്യാൻ നിന്നതായിരുന്നു. ഒരുപാട് നേരത്തെ ക്യൂ നിന്നിട്ട് ഒരു 3 മണിക്കൂർ ഞങ്ങൾ നിന്നിട്ടുണ്ടാവും കേട്ടോ. എനിക്കാണെങ്കിൽ വിശന്ന് വയറ് കാളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിക്കാല്ലാണ്ട് വിശന്ന് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ദൈവം നമ്മളെ വിഷമിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൽ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രസാദോട്ടിന് ക്യൂ അധികം നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബൊഫേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്പലക്കുളം വലുതായിട്ട് യൂസ് ചെയ്യുന്നതല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചെളിയും ചണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം. എനിക്കുള്ള വീഡിയോസും അവനുള്ള വീഡിയോസും രണ്ടുപേരും സെപ്പറേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ഓരോ പായസത്തിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വിശപ്പ് മാറിയപ്പോൾ തന്നെ എനിക്ക് പകുതിയിൽ 3/4 ഭാഗം സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് ഇനി എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത്രയും സമയം ഞാൻ അവനെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ തനിയെ വരാറുള്ള അപ്പോൾ ഇത്രയും സമയമൊന്നും എടുക്കാറില്ല, വേഗം വീട്ടിലെത്താറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ബസ്സൊക്കെ കിട്ടി കുന്നംകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബൈക്കിൽ പോകും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ.